Hi, hello everyone. Welcome to Universal Talent Search Examination Biology Question Discussion. ഈ ലാസ്റ്റ് ഏപ്രിൽ 2 കേരളത്തിലെ വിവിധ സെൻറ്ററുകളിൽ നടന്ന യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലേക്കുള്ള മിടുക്കരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ കണ്ടക്ട് ചെയ്ത യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ മിടുക്കരായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു വിചാരിക്കുന്നു. അതിലെ ബയോളജി ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ് നമ്മൾ നടത്തുന്നത്. ഐ ഹോപ്പ് യു എൻജോയ് ദ എക്സാം. റിയലി എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കേരള സിലബസിലെ സ്റ്റേറ്റ് സിലബസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റേറ്റ് സിലബസിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസ് ഉണ്ട്, മലയാളം മീഡിയം പഠിച്ചവർക്ക് മലയാളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൗ ഡു യു ഫൈൻഡ് ദ ക്വസ്റ്റ്യൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു ചോദ്യം? ടഫായോ? അയ്യോ, നിങ്ങൾ ഇപ്പം സ്റ്റേറ്റ് സിലബസിൽ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ച നിങ്ങളുടെ പാർട്ട് എ പാർട്ട് ബി പുസ്തകം നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ? ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തോന്നിയില്ലേ? ടെക്സ്റ്റ് ബുക്കിൻ്റെ എല്ലാ ചാപ്റ്ററും എല്ലാ ഏരിയയിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എക്സസൈസ് ഭാഗങ്ങളൊന്നും ഇമ്പോർട്ടൻ്റ് ഏരിയ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ഇട്ടിട്ടിരിക്കുന്നത്. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ? ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനൊക്കെ നമ്മളിങ്ങനെ ടൈറ്റൊക്കെ ഉണ്ടായിരിക്കും, നോ പ്രോബ്ലം അറ്റാൾ. പക്ഷേ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ഹൗ നമുക്ക് അതിൻ്റെ ഒരു ഡിസ്കഷൻ നടത്താം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദി biology question discussion of Universal Talent Search Examination, April 2nd. Okay, so the first question, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ 41 to 60 ആണ്. അത് 41ാമത്തെ ചോദ്യം മുതൽ 60ാമത്തെ ചോദ്യം വരെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ബയോളജി ക്വസ്റ്റ്യൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 41 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 41, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻസൈം ഈസ് കോൾഡ് ജെനറ്റിക് ഗ്ലൂ? ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ്? ജനിതക പശ എന്ന് വെച്ചാൽ DNA ഒക്കെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻ 1 തന്നെയാണ് ആൻസർ. ലിഗേസ് എൻസൈം, ലിഗേസ് ആണ്. അപ്പം എ ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ലിഗേസ് എൻസൈം ആണ്. റിസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അല്ല. റിസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്താണ്? അതിനെ ജനിതക കത്രിക എന്നാണ് വിളിക്കുന്നത്. ലിപ്പേസ് അല്ല. ലിപ്പേസ് എന്താണ്? ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന, കൊഴുപ്പിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമുകളാണ്. എക്സോന്യൂക്ലിയസും അതുപോലെ തന്നെ എക്സോന്യൂക്ലിയസും മോളിക്കുലാർ സിസേഴ്സ് തന്നെയാണ്. ടെർമിനൽ ബോണ്ടുകൾ, DNA-യുടെ ഒക്കെ അറ്റത്തുള്ള ബോണ്ടുകൾ കട്ട് ചെയ്യുന്നതാണ് എക്സോന്യൂക്ലിയസ്. അപ്പം 41, ക്വസ്റ്റ്യൻ നമ്പർ 41 ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. ഓക്കെ, കറക്റ്റ് ആക്കിയിട്ടുണ്ടാവും അല്ലേ? ഗുഡ്, നിങ്ങളുടെ സ്മൈൽ എനിക്ക് കാണാം. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് 42. ക്വസ്റ്റ്യൻ നമ്പർ 42 ആണ്. നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് HIV? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് HIV? താഴെ പറയുന്നതിൽ ഏത് മാർഗത്തിലൂടെയാണ് HIV ബാധിക്കാത്തത്? നിങ്ങൾക്കെല്ലാം അറിയാം, HIV ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. എന്നാൽ അതൊരു ലൈംഗിക രോഗം മാത്രമല്ല. അത് അമ്മയിൽ നിന്ന്, ബാധിതയായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരും. അതുപോലെ തന്നെ ഇൻജെക്ട് ചെയ്യുമ്പം, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള രോഗാണുബാധയുള്ള സിറിഞ്ച് കൊണ്ട് നീഡിൽ ഉപയോഗിച്ചിട്ട് ഇൻജെക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയത്ത്, രക്തസന്നിവേശത്തിൻ്റെ സമയത്തൊക്കെ ഇത് പാസ് ചെയ്യുമെന്നൊക്കെ അറിയാം. എന്നാൽ ഒരേ സമയം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് കൊണ്ടോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ കൂടെ താമസിക്കുന്നത് കൊണ്ടോ ഒന്നും ഇത് പകരുകയില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടിയ അറിവാണ്. അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ ആൻസറിലേക്ക് കിടക്കുമ്പോൾ എ, ത്രൂ സെക്ഷൽ കോൺടാക്ട് വിത്ത് HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ, നോട്ട് എ മോഡ് എന്ന് കൊടുത്ത്. അപ്പോൾ HIV ഇൻഫെക്റ്റഡ് പേഴ്സൺസ് എന്ന് പകരും. ഓക്കെ, HIV ബാധിതമായ ലൈംഗിക ബന്ധത്തിലൂടെ അത് പകരുന്നതാണ്. 2, ബൈ ഷെയറിംഗ് നീഡിൽസ് ആൻഡ് സിറിഞ്ച് കണ്ടാമിനേറ്റഡ് വിത്ത് HIV കോമ്പണൻസ്, HIV ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവെക്കുന്നതിലൂടെയും പകരും. പകരാത്തത് എങ്ങനെയാണ് ചോദിക്കുന്നത്. ആൻഡ് 3, സി ഓപ്ഷൻ നോക്കൂ. ബൈ സ്റ്റേയിങ് ടുഗെദർ ആൻഡ് ഷെയറിങ് ഫുഡ്, ഒരുമിച്ച് താമസിക്കുക, ആഹാരം പങ്കുവെക്കുക എന്നതിലൂടെ HIV പകരുകയില്ല എന്നറിയാം. ആൻഡ് ഡി ഓപ്ഷൻ നോക്കൂ. ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്, രോഗബാധയുള്ള അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക് പകരും. അപ്പം HIV ബാധിക്കാത്തത് ഏതിലൂടെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ക്ലിയർ അല്ലേ? ഒരുമിച്ച് താമസിക്കുന്നതിലൂടെ ഒന്നും പകരുകയില്ല. ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്വസ്റ്റ്യൻ നമ്പർ ഈസ് ക്വസ്റ്റ്യൻ 43. 43ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 43 ആണ്. 43 ചോദ്യം. ഹൂ പ്രപ്പോസ് ദ തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ ഓഫ് ലൈഫ്? ഇവല്യൂഷൻ എന്നാണ് നിങ്ങളുടെ പരിണാമം എന്ന പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ജീവന്റെ ഉദ്ഭവത്തെക്കുറിച്ചുള്ള രാസപരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ ആര്? രാസപരിണാമ സിദ്ധാന്തം നിങ്ങൾക്കറിയാം. ജീവൻ ജലത്തിൽ ദശലക്ഷക്കണക്കിന് വർഷം മുമ്പ് വാട്ടറിൽ നിന്ന് ഉത്ഭവിച്ചു. ജലത്തിൽ നിന്നുണ്ടായി ബൈ എ സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ അല്ലെ? മീത്തേനും ഹൈഡ്രജനും ഒക്കെ കൂടിച്ചേർന്നുണ്ടായി എന്ന് പറഞ്ഞത് 2 സയന്റിസ്റ്റുകളാണ്, 2 ശാസ്ത്രജ്ഞർ. ആരൊക്കെയാ? AI
ഒപാരിൻ ആൻഡ് JBS ഹാൾഡെയ്ൻ ആണ്. ഒപാരിനും ഹാൾഡെയ്നുമാണ്. AI ഒപാരിൻ ആൻഡ് JBS ഹാൾഡെയ്ൻ ആണ്. അപ്പം 43യുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഡി ഈസ് ദ ആൻസർ. അണ്ടർസ്റ്റാൻഡ്? അപ്പം നമുക്കറിയാം സ്റ്റാൻലി മില്ലർ, മില്ലേഴ്സ് എക്സ്പെരിമെന്റ്, ഒപാരിൻ ഹാൾഡെയ്ൻ പരീക്ഷണം ശരിയാണോ എന്ന് പരീക്ഷണം നടത്തിയ വ്യക്തിയാണ് സ്റ്റാൻലി മില്ലറും ഹെറോൾഡ് സീറയും. ചാൾസ് ഡാർവിനും ആരാണ്? നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ഉണ്ടാക്കിയ ആളാണ്. ഡാർവിൻ മോട്ടീവായത് റോബർട്ട് മാൽത്തൂസിനെയാണ്. ഹ്യൂഗോ ഡീവ്രിസ് ഉൽപരിവർത്തന മ്യൂട്ടേഷൻ തിയറിയുടെ ആളാണ്. അപ്പോൾ നമുക്കറിയാം AI ഒപാരിൻ ആൻഡ് JBS ഹാൾഡെയ്ൻ. സോ ക്വസ്റ്റ്യൻ നമ്പർ 43 ആൻസർ D is option D is the answer. So the next question is question number 44. Question number 44 ആണ്. 44ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Okay, which of the following is not related to hormone insulin? ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇൻസുലിൻ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ സെൽസ് ഉണ്ടാക്കുന്നതാണ്. അത് ബ്ലഡിലെ ഷുഗർ ലെവൽ താഴ്ത്തുന്നതാണ്. നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1, പ്രൊഡ്യൂസ്ഡ് ബൈ ബീറ്റാ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് നോട്ട് റിലേറ്റഡ് ടു ആണ് കേട്ടോ, അതുമായി ബന്ധപ്പെടാത്തത്. രണ്ടാമത്തെ നോക്കാം. സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്. അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇല്ല, അത് തെറ്റാണ്. അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് ഗ്ലൂക്കോഗോണിൻ്റെ ഫംഗ്ഷനാണ്. ആൻഡ് തേർഡ് ഓപ്ഷൻ നോക്കാം. തേർഡ് സ്റ്റേറ്റ്മെന്റ്, കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ ഇൻ ലിവർ ആൻഡ് മസിൽ. ശരിയാണ്. കരളിൽ നിന്നും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നു. ശരിയാണ്, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നു. അപ്പം ഒന്ന് ശരിയാണ്, 3 ശരിയാണ്. ഇനി നമുക്ക് 4ാമത്തെ ഓപ്ഷനിലേക്ക് നോക്കാം. ഫോർത്ത് നോക്കാം. മെയിൻറ്റെയിൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ 110 to 160 mg/100 ml. തെറ്റാണ്. ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടുകയല്ല, 110 നിന്ന് കൂടിയാൽ കൂടുകയാണ്. അപ്പോൾ 110 കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 110 to 160 ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയല്ല. നോക്കൂ, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 110-160 mg/100 ml ആയി നിലനിർത്തുന്നു. അല്ല, 70 to 110 ആണ്. 70 to 110 ആയിട്ടാണ് നിലനിർത്തുന്നത്. അപ്പം അതും തെറ്റാണ്. അപ്പം അതിൽ നോട്ട് റിലേറ്റഡ് ടു എന്ന് പറഞ്ഞാൽ അതിൽ 2 റിലേറ്റഡ് അല്ല, അതുപോലെ തന്നെ 4 റിലേറ്റഡ് അല്ല. 2ഉം 4ഉമാണ് അതിൽ റിലേറ്റഡ് അല്ലാത്തത്. സോ ആൻസർ ഏത് വരും? ആൻസർ അങ്ങനെ പറയുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. അപ്പോൾ 44ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 45 ആണ്. ക്വസ്റ്റ്യൻ 45 ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. 45ാമത്തെ ചോദ്യത്തിലാണ്. സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായത് ഏത്? തെറ്റായ പ്രസ്താവന ഏത്? നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ്. നോക്കാം. മോട്ടോർ നെർവ് ക്യാരി ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ടു വേരിയസ് പാർട്സ്. പ്രേരക നാഡി തലച്ചോറിൽ നിന്നും സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ശരിയാണ്. 2 നോക്കാം. സെറിബ്രം ഇവോക്ക് സെൻസേഷൻസ്. സെറിബ്രം ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു. അതും ശരിയാണ്. അപ്പം എയും ബിയും ശരിയാണ്. ആൻഡ് സി നോക്കാം. പ്രൊഡക്ഷൻ ഓഫ് മെലാറ്റോണിൻ ഈസ് ലോ അറ്റ് നൈറ്റ് ആൻഡ് ഹൈ ഡ്യൂറിങ് ഡേ. നോക്കൂ, രാത്രി കാലങ്ങളിൽ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കുറവും പകൽ സമയത്ത് കൂടുതലും. അത് തെറ്റാണ്. മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ, മെലാറ്റോണിൻ ഈസ് ഹൈ അറ്റ് നൈറ്റ് ആൻഡ് ലോ ഡ്യൂറിങ് ഡേ ആണ്. രാത്രിയിൽ കൂടുതലും. രാത്രി കാലങ്ങളിൽ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കൂടുതലാണ്, പകൽ സമയത്ത് കുറവായിരിക്കും. അപ്പോൾ അതാണ് തെറ്റായ പ്രസ്താവന. ഇനി നമുക്ക് നോക്കാം. ഡി നോക്കാം. ഇൻ പ്ലനേറിയ ഐ സ്പോട്ട് ഹെൽപ്പ് ടു ഡിറ്റക്ട് ലൈറ്റ്. പ്ലനേറിയകളിൽ ഐ സ്പോട്ട് പ്രകാശം തിരിച്ചറിയാൻ സഹായിക്കുന്നു. അതും ശരിയാണ്. അപ്പോൾ അതിൽ തെറ്റായിട്ട് കാണുന്നത് ഏതാണ്? ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. 44 ക്വസ്റ്റ്യൻ 44 ഓപ്ഷൻ സി ആണ്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 44 അല്ല, ക്വസ്റ്റ്യൻ നമ്പർ 45 ആണ്. 45 അപ്പം ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓക്കെ, ആൻഡ് അപ്പോൾ അതും ശരിയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ 46. ക്വസ്റ്റ്യൻ നമ്പർ 46ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 46 ആണ്. എക്യുപ്മെൻറ്റ് യൂസ് ടു ഗെറ്റ് 3-dimensional വിഷ്വൽസ് ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ യൂസിങ് എക്സ്റേസ്. ടെക്സ്റ്റ് ബുക്കിൽ അതേ ലൈൻസ് തന്നെ നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ എക്സ്റേയുടെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടെ ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്നത്
ഏത് ഉപകരണമാണ്? ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്, കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണും. ഏത് ഉപകരണമാണ് എക്സ്റേ ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഇമേജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? അത് CT ആണ്, കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി. കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്ന് പറയുന്ന CT ആണ്. ECG അല്ല, MRIയിൽ മാഗ്നറ്റിക് റെസൊണൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം CT. അപ്പം ഓപ്ഷൻ D ഈസ് ദ ആൻസർ. 46 ക്വസ്റ്റ്യൻ, ഓപ്ഷൻ D ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 47. 47ാമത്തെ ചോദ്യമാണ്. നമുക്ക് നോക്കാം. ഡാഷ് ഈസ് ദ ടെക്നോളജി help to identify location of genes in the DNA responsible for a particular trait. ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യ ഏത്? ഇത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ മനസ്സിലായിട്ടുണ്ടാവും. A. ജീൻ തെറാപ്പി, B. ജീൻ എഡിറ്റിംഗ്, C. ജീൻ മാപ്പിംഗ്, D. ജനറ്റിക് മോഡിഫിക്കേഷൻ. അപ്പോൾ ജീൻ ചികിത്സ, ജനിതക എഡിറ്റിംഗ്, ജീൻ മാപ്പിംഗ്, ജനിതക പരിഷ്കാരം. നിങ്ങൾക്ക് ഏതാ തോന്നുന്നത്? ഒരു ടെക്നോളജി, ഒരു ജീനിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്ന ആ ടെക്നോളജിക്ക് വിളിക്കുന്ന പേരാണ്, അതാണ് ജീൻ മാപ്പ്. Gene mapping is the answer. So option C is the answer. Gene mapping ആണ്. ജീൻ തെറാപ്പി ട്രീറ്റ്മെൻറ്റുമായിട്ട് വരുന്നതാണ്. ജീൻ എഡിറ്റിംഗ് കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. അപ്പോൾ ഇത് റീകോമിനൻ്റ് DNA ടെക്നോളജിയാണ്. സോ ആൻസർ ഓപ്ഷൻ C is the answer. ഓക്കെ, ആ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ 48. 48ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. The question is question 48 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 48ലേക്ക് പോകാം. എന്താണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. 48. Which hormone help in the synthesis of glucose from protein and fat, slow down the action of defense cells, control inflammation and allergy? വലിയ ചോദ്യമാണ് കേട്ടോ. ഏത് ഹോർമോൺ ആണ് മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസിൻ്റെ നിർമ്മാണം, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ, ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നത്? ഏത് ഹോർമോണാണ്? നേരിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതാണ് നമ്മുടെ അഡ്രീനൽ കോർട്ടക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോർട്ടിസോൾ എന്ന ഹോർമോണിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കോർട്ടിസോൾ ഈസ് ദ ഹോർമോൺ. അപ്പോൾ ഓപ്ഷനിൽ കോർട്ടിസോൾ, ആൾഡോസ്റ്റിറോൺ, എപ്പിനെഫ്രിൻ, തൈമോസിൻ തന്നിട്ടുണ്ട്. അപ്പം ആൻസർ ഏതാണ്? ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ A ഈസ് ദ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 48. ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 49 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 49ലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ 49 ആണ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ മാൻ ലൈക്ക് ഹോമിനിഡ്. നിങ്ങളുടെ 10th പാർട്ട് ബി ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് പേജിൽ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവല്യൂഷൻ, ഹ്യൂമൻ ഇവല്യൂഷൻ, മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ടതാണ്. സെലക്ട് ദ മാൻ ലൈക്ക് ഹോമിനിഡ്. ദേ മെയ്ഡ് വെപ്പൺസ് ഫ്രം സ്റ്റോൺസ് ആൻഡ് ബോൺ പീസസ് ആൻഡ് ദെയർ ഫോസിൽ വർ ഡിസ്കവേർഡ് ഫ്രം ആഫ്രിക്ക. അവിടെ ഒരു കാര്യം ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആഫ്രിക്കയിൽ നിന്ന് ഫോസിൽ ലഭിച്ച ഹ്യൂമൻ ആൻസെസ്ട്രൽ ഫോസിൽ ഇത് മാത്രമാണ്. അപ്പം കല്ലിൽ നിന്നും അസ്ഥിക്കഷ്ണങ്ങളിൽ നിന്നും ആയുധങ്ങൾ നിർമ്മിക്കുകയും ആഫ്രിക്കയിൽ നിന്നും ഫോസിലുകൾ ലഭിച്ചിട്ടുള്ളതുമായ മനുഷ്യ സാദൃശ്യമുള്ള ഹൊമിനോയിഡ് ഏത് ആണ്? അപ്പം മനുഷ്യൻ്റെ ആൻസെസ്റ്റർ ആയിട്ടുള്ള ഹൊമിനോയിഡ് ഏതാണ്? നോ ഡൗട്ട് ദാറ്റ് ഈസ് ഹോമോ ഹാബിലിസ് ആണ്. ഹോമോ ഹാബിലിസ്. ആസ്ട്രോലോപിത്തിക്കസ് അല്ല, ഹോമോ ഇറക്ടസ് അല്ല, ഹോമോ നിയാൻഡർത്തൽ അല്ല. ആസ്ട്രോലോപിത്തിക്കസോ ഹോമോ ഇറക്ടസോ നിയാൻഡർത്തലോ അല്ല. സോ ഹോമോ ഹാബിലിസ് ആണ്. ഓപ്ഷൻ B ഈസ് ദ ആൻസർ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 50 ആണ് ക്വസ്റ്റ്യൻ നമ്പർ 50യിലേക്കാണ് കിടക്കുന്നത്. നോക്കാം, ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം. മെനി പ്രോട്ടീൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസസ് ഇൻ ഹ്യൂമൻ ആൻഡ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി മനുഷ്യന് ആവശ്യമായ പല പ്രോട്ടീൻസും നിർമ്മിക്കുന്നുണ്ട്. സെലക്ട് ദ പ്രോട്ടീൻസ് റിക്വയർഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് വൈറൽ ഡിസീസ്. അതിൽ വൈറസുകൾ കാരണമുള്ള രോഗത്തിനുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള പ്രോട്ടീൻ കണ്ടെത്താൻ. ടെക്സ്റ്റ് ബുക്കിൽ ഇതൊരു ചാർട്ടായിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഓർമ്മ കാണും. മനുഷ്യരിൽ രോഗചികിത്സയ്ക്ക് ഉപയോഗിക്കാവുന്ന പല പ്രോട്ടീനുകളും ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിൽ വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ട പ്രോട്ടീൻ ഏതാണ്? ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആൻസർ വന്നിരിക്കും. വൈറസിൻ്റെ രോഗങ്ങൾക്ക് വേണ്ടി ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? ഇൻറ്റർഫെറോൺസ് ആണ്. എൻഡോർഫിൻ അല്ല, സൊമാറ്റോട്രോപ്പിൻ അല്ല, ഇൻസുലിൻ അല്ല. സോ ദാറ്റ് ഈസ് ഇന്റർഫെറോണുകൾ ആണ്. ഓപ്ഷൻ C ഈസ് ദ ആൻസർ. ഇന്റർഫെറോൺസ് ആണ്. ഓപ്ഷൻ C ആണ് ആൻസർ.
And the next question is question number 51. Question 51ലേക്ക് നമുക്ക് പോകാം. Question 51 ആണ്. Which of the following set is a bacterial disease? താഴെ കൊടുത്തിരിക്കുന്നതിൽ ബാക്ടീരിയ കാരണമുണ്ടാകുന്ന രോഗങ്ങൾ അടങ്ങിയ ജോഡി ഏത് സെറ്റിലാണ് ബാക്ടീരിയകളുടെ രോഗമുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്കത് ബാക്ടീരിയൽ രോഗങ്ങൾ രണ്ട് ചാർട്ടായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. 1. വിൽറ്റ് ഡിസീസ് ഇൻ ബ്രിഞ്ചാൾ, അതൊക്കെയാണ്. ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, ഡിഫ്തീരിയ മലേറിയ അല്ല. ബ്ലൈറ്റ് ഡിസീസ് ആൻഡ് ആന്ത്രാക്സ്, അതാണ് കൃത്യമായിട്ട് രണ്ടും ബാക്ടീരിയൽ ഡിസീസാണ്. ബഞ്ചി ടോപ്പ് ഓഫ് ബനാന അല്ല, ട്യൂബർക്കുലോസിസ് ആണ്. അപ്പോൾ അതിൽ ആൻസർ ഏതാ വരുന്നത്? ബ്ലൈറ്റ് രോഗവും അതുപോലെ തന്നെ ആന്ത്രാക്സ് ആണ്. വഴുതയിലെ വാട്ടരോഗം കുളമ്പ് രോഗമല്ല, ഡിഫ്തീരിയ മലമ്പനിയല്ല, വാഴയിലെ കുറുനാമ്പ് രോഗമല്ല, ക്ഷയമാണ്. പക്ഷേ കൃത്യമായിട്ട് രണ്ടും ബാക്ടീരിയൽ ഡിസീസ് വരുന്ന സെറ്റാണ് നോക്കേണ്ടത്. രണ്ടും ബാക്ടീരിയൽ ഡിസീസ്, മറ്റതിലൊക്കെ ഒന്ന് മാത്രമേ ബാക്ടീരിയൽ ഡിസീസ് ആയിട്ടുള്ളൂ. അപ്പോൾ രണ്ടും ബാക്ടീരിയൽ ഡിസീസ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ബ്ലൈറ്റ് രോഗവും ബ്ലൈറ്റ് ഡിസീസ് ആൻഡ് ആന്ത്രാക്സ് ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ 5 to 52. 52ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആൻറ്റിബോഡി ഓർ ഇമ്മ്യൂണോഗ്ലോബുലിൻ? ആൻറ്റിബോഡി ഇമ്മ്യൂണോഗ്ലോബുലിൻ ടെക്സ്റ്റ് ബുക്കിൽ 2-3 പറഞ്ഞിട്ടുണ്ട്. അതിലില്ലാത്തൊന്നാണ് നമ്മൾ ആൻസർ ആയിട്ടിട്ടിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റിബോഡി അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിനുകൾ അല്ലാത്തത് ഏത്? ടെക്സ്റ്റിലെ റൈറ്റ് സൈഡ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആൻറ്റിബോഡീസ് ഏതെല്ലാമാണ്? IgG ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി ഉണ്ട്, IgA ഇമ്മ്യൂണോഗ്ലോബുലിൻ എ ഉണ്ട്, IgE ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ ഉണ്ട്, IgE ഉണ്ട്, അതുപോലെ IgD ഉണ്ട്, IgM ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട 5 കാറ്റഗറി. ഇതിൽ മുഴുവനൊന്നും ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല. അപ്പം അതിലില്ലാത്തത് ഏതാണ്? IgA ഇമ്മ്യൂണോഗ്ലോബുലിൻ എ ആണ്, IgE ഇമ്മ്യൂണോഗ്ലോബുലിനാണ്, IgD ഇമ്മ്യൂണോഗ്ലോബുലിനാണ്. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലാത്തത് ഏതാണ്? IgB എന്നൊരു ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ B is the answer. So 52 question option B ആണ് ആൻസർ. ഓക്കെ, ആൻഡ് ശരിയാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 53 ആണ്. 53 ആണ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. സ്റ്റേറ്റ്മെന്റ് 1. ത്രോംബിൻ കൺവേർട്ട് പ്രോത്രോംബിൻ ഓഫ് പ്ലാസ്മ ടു ത്രോംബോപ്ലാസ്റ്റിൻ. എന്താ തോന്നുന്നത്? നോക്കാം. പ്രസ്താവന: ത്രോംബിൻ പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബോപ്ലാസ്റ്റിനാക്കി മാറ്റുന്നു. അങ്ങനെയാണോ? ത്രോംബിൻ പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബോപ്ലാസ്റ്റിൻ ആക്കി മാറ്റുന്നു. അങ്ങനെയാണോ? പ്രോത്രോംബിൻ ത്രോംബിനായിട്ടാണ് മാറുന്നത്. ത്രോംബിൻ പ്ലാസ്മയിലെ പ്രോത്രോംബിൻ ആയിട്ടില്ല. പ്രോത്രോംബിൻ, ഇനാക്റ്റീവായ പ്രോത്രോംബിൻ ത്രോംബിൻ ആയിട്ടാണ് മാറുന്നത്. അല്ലാതെ പ്രോത്രോംബിനെ ത്രോംബോപ്ലാസ്റ്റിനാക്കി മാറ്റുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റ് ആണ്, തെറ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2ലേക്ക് പോകാം. സ്റ്റേറ്റ്മെൻറ്റ് 2, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. സ്റ്റേറ്റ്മെൻറ്റ് 2. ബേസോഫിൽ സ്റ്റിമുലേറ്റ് അതർ വൈറ്റ് ബ്ലഡ് സെൽ, ഡയലേറ്റ് ബ്ലഡ് വെസൽസ്. ശരിയാണ്. ബേസോഫിൽ മറ്റ് ശ്വേതരക്താണുക്കൾ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. അതൊരു ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റുമാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റുമാണ്. ഇത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം. അപ്പം അതിൽ പ്രസ്താവന 1 തെറ്റ്, പ്രസ്താവന 2 ശരി. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. പ്രസ്താവന 1 തെറ്റാണ്, പ്രസ്താവന 2 ശരിയാണ്. അപ്പം 53ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് D ഈസ് ദ ആൻസർ. D ഈസ് ദ ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 53. Okay, see, and the next questionലേക്ക് പോകാം. The next question, such a big question ആണത്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 54 ആണ്. ക്വസ്റ്റ്യൻ 54 ആണ്. Select the correct statement from the following. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് തിരഞ്ഞെടുത്താൽ മതി. ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത് എന്നാണ് അതിൽ നോക്കേണ്ടത്. ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത് നോക്കാം നമുക്ക്. A. ന്യൂക്ലിയോടൈഡ് കൺസിസ്റ്റ് ഓഫ് ഷുഗർ, നൈട്രജൻ ബേസ് ആൻഡ് ഫോസ്ഫേറ്റ്. ആദ്യ ചാപ്റ്റർ തന്നെയുള്ളതാണ്. നോക്കാം. ന്യൂക്ലിയോടൈഡുകളിൽ പഞ്ചസാര തന്മാത്ര, നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ് അടങ്ങിയിരിക്കുന്നു. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ A ട്രൂ
ആണ്. അപ്പോൾ എ ശരിയാണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് സെയിം ജീൻ ആർ അല്ലിൽ. ശരിയല്ലേ? ഒരു ജീനിന്റെ വ്യത്യസ്ത രൂപങ്ങളെയാണ് അല്ലീൽ എന്ന് വിളിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണത്. ഡിഫറെന്റ് ഫോംസ് ഓഫ് ദ സെയിം ജീൻ, ഒരേ ജീനിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് അല്ലിലുകൾ. അപ്പോൾ ബിയും ശരിയാണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. സി നോക്കാം. നമുക്കിനി അടുത്തത് സിയിലേക്ക് പോകാം. ഇത് ജനറ്റിക് മേക്കപ്പ് ഓഫ് ഹ്യൂമൻ ഫീമെയിൽ ഈസ് 44+XX. മനുഷ്യ സ്ത്രീയുടെ ജനിതക ഘടനയാണ് 44+XX. ശരിയാണ്. ഹ്യൂമൻ ഫീമെയിൽ 44+XX ഹ്യൂമൻ മെയില്, മനുഷ്യൻ്റെ മെയില് പുരുഷൻ 44 ഓട്ടോസോമും പ്ലസ് ഒരു എക്സും വൈയും ക്രോമസോമുകളുമാണ്. അപ്പോൾ സിയും ശരിയാണ്. അപ്പോൾ എ ബി സി ശരിയാണ്. അപ്പോൾ നമുക്കിനി ഡി ഓപ്ഷൻ നോക്കാം. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ആർ നൈട്രജൻ ബേസസ് ഇൻ RNA. അത് തെറ്റ്. RNAയിൽ എന്തില്ല? തൈമിൻ ഇല്ല. തൈമിൻ ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ RNA. അപ്പോൾ നോക്കാം, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നീ നൈട്രജൻ ബേസുകൾ RNAയിൽ കാണപ്പെടുന്നു. RNAയിൽ തൈമിൻ ഇല്ല. RNAയിൽ തൈമിന് പകരം യുറാസിൽ ആണ് ഉള്ളത്. RNAയിൽ തൈമിന് പകരം യുറാസിലാണ്. അപ്പോൾ ഡി എന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ എ ബി സി ശരിയാണ്, ഡി എന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പം നമ്മുടെ ആൻസർ ഏത് വരാം? എ ബി സി എന്ന് കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ പ്രസ്താവന എ ബി സി ആണ്. ശരിയായ പ്രസ്താവനകൾ വരുന്നത് എ ബി സി ആണ്. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് സോ 54 ക്വസ്റ്റ്യൻ എ ബി സി വരുന്ന ഓപ്ഷൻ ഏതാണ്? സി. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. സി ഓപ്ഷനാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ 55. ക്വസ്റ്റ്യൻ നമ്പർ 55ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ 55 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 55. ഐഡന്റിഫൈ ദ ഡിസോർഡർ. ഐഡന്റിഫൈ ദ ഡിസോർഡർ. Read. Identify the disorder due to defect in gene and cause deformities in amino acid sequences in hemoglobin. എന്താ ക്വസ്റ്റ്യൻ? ജീനിലുണ്ടാകുന്ന തകരാറ് മൂലം ഹിമോഗ്ലോബിനിലെ അമിനോ ആസിഡ് ശ്രേണി വികലമാകുന്ന രോഗാവസ്ഥ. അമിനോ ആസിഡ് ശ്രേണി, ഹിമോഗ്ലോബിനിലെ അമിനോ ആസിഡ് സീക്വൻസ് ഡിഫോംഡ് ആകുന്നു. അങ്ങനെ RBCയുടെ ഷേപ്പ്, RBCയുടെ രൂപം സിക്കിൾ ഷേപ്പ്, അരിവാൾ രൂപത്തിലേക്ക് മാറിപ്പോകുന്ന ഒരു ജനിതക രോഗമുണ്ട്. എല്ലാവർക്കും അറിയാം, മാരകമായ ജനിതക രോഗമാണ് ഐഡന്റിറ്റി ഡിസോർഡർ. ദാറ്റ് ഡിഫക്റ്റ് ജീൻ ഡിഫക്റ്റ് മൂലമുണ്ടാകുന്നതാണ്. അമിനോ ആസിഡിൻ്റെ സീക്വൻസ് അവിടെ തകരാറിലാവുകയാണ്. ഏതാണ് അസുഖം? RBCയുടെ ഷേപ്പ് അരിവാൾ പോലെ സിക്കിൾ ഷേപ്പിലേക്ക് മാറുന്ന അസുഖം ആണ്. ദാറ്റ് ഈസ് സിക്കിൾ സെൽ അനീമിയ. അരിവാൾ രോഗം എന്നറിയപ്പെടുന്നതാണ് സിക്കിൾ സെൽ അനീമിയ. അതുകൊണ്ട് മലയാളത്തിൽ അരിവാൾ രോഗം എന്ന് എഴുതിയിട്ടുണ്ട്. സിക്കിൾ സെൽ അനീമിയ ഇംഗ്ലീഷിലും അവിടെയുണ്ട്. അത് ഹിമോഫീലിയ അല്ല, അത് അത്ലറ്റ്സ് ഫുട്ട് അല്ല, തലാസീമിയ അല്ല, അരിവാൾ രോഗമാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഡി ഓപ്ഷൻ ആണ് ആൻസർ, ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 56. 56ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 56 ആണ് ക്വസ്റ്റ്യൻ. നോക്കാം നമുക്ക്. Identify the odd one with respect to structure of internal ear. Internal earന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഓഡ്, വേറിട്ട് നിൽക്കുന്നത് ഏത്? ആന്തരിക കർണത്തിൻ്റെ ഘടനയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് തിരഞ്ഞെടുത്തെഴുതുക. അപ്പോൾ ഇന്റേണൽ ഇയർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അവിടെ സെമി സർക്കുലർ കനാൽസ് ഉണ്ട്, വെസ്റ്റിബ്യൂൾ ഉണ്ട്, കോക്ലിയ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂള്, കോക്ലിയുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? യൂസ്റ്റേഷ്യൻ ട്യൂബ്, യൂസ്റ്റേഷ്യൻ നാളി. അത് മിഡിൽ ഇയറിലാണ്, മധ്യകർണത്തിൻ്റെ ഭാഗത്താണ് യൂസ്റ്റേഷ്യൻ നാളി കാണുന്നത്. അത് ഇന്റേണൽ ഇയറിലല്ല. അപ്പോൾ അർദ്ധവൃത്താകാര കുഴലുകൾ സെമി സർക്കുലർ കനാൽ ഓക്കെയാണ്, വെസ്റ്റിബ്യൂൾ ഓക്കെയാണ്, കോക്ലിയ ഓക്കെയാണ്. അപ്പോൾ അതിൽ വേറിട്ട് നിൽക്കുന്നത് ഏതാണ്? ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. So question number 56, option C is the answer. Our next question number 57. Which plant hormone help in cell elongation, growth of terminal buds and fruit formation? അപ്പോൾ നോക്കാം നമുക്ക്. കോശദീർഘീകരണം, അഗ്രമുകുലത്തിൻ്റെ വളർച്ച, ഫലരൂപീകരണം എന്നിവയ്ക്ക് സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഏത്? നിങ്ങൾ സസ്യ ഹോർമോണുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്സിൻ, ഗിബറലിൻ, എത്തിലിൻ, അബ്സിസിക് ആസിഡ്,
സൈറ്റോകൈൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് കോശ ദീർഘീകരണം, ഐ മീൻ ഇലോങ്ങേഷൻ, സെൽ ഇലോങ്ങേഷൻ, ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബേർഡ്സ് ആൻഡ് ഫ്രൂട്ട് ഫോർമേഷൻ, ഫലരൂപീകരണം, അഗ്രമുഖങ്ങളുടെ വളർച്ച, ഇതിനൊക്കെ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ദാറ്റ് ഈസ് ഓക്സിനുകൾ ആണ്. അത് സൈറ്റോകൈൻ അല്ല, ജിബറലിൻസ് അല്ല, എഥിലിൻ അല്ല, ഓക്സിൻ ആണ്. സോ 57 ആൻസർ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാറ്റ്സ് ബിഗ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് നമുക്ക് വായിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 58. 58ാമത്തെ ചോദ്യത്തിലേക്ക് എത്തി നമ്മളപ്പം. ക്വസ്റ്റ്യൻ നമ്പർ 58 ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. സെലക്ട് ദ ആക്ഷൻ ഓഫ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഡ്യൂറിങ് എമർജൻസി സിറ്റുവേഷൻസ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ കൊടുത്തിട്ട് സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം പഠിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ +1 അത് തന്നെ പഠിക്കാനുണ്ട്. അപ്പം അടിയന്തര സാഹചര്യങ്ങളിൽ ഉള്ള പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനം തിരഞ്ഞെടുക്കുക എന്നാണ്. അടിയന്തര സാഹചര്യങ്ങളിലുള്ള പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനം തിരഞ്ഞെടുക്കുക. അതിലേതാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനം ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 1. ട്രക്കിയ എക്സ്പാൻഡ്. ശ്വാസനാളം വികസിക്കുന്നു. ഇല്ല. അടിയന്തര സാഹചര്യങ്ങളിൽ പാരാസിമ്പത്തറ്റിക് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് സിമ്പത്തറ്റിക്കിൻ്റെ ഫംഗ്ഷനാണ്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് ശ്വാസനാളം വികസിക്കുന്നത് സിമ്പത്തറ്റിക്കിൻ്റെ ഫംഗ്ഷനാണ്. 2. ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൈക്കോജൻ. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നു. അത് ശരിയാണ്. അത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. 2. 3 നോക്കാം. യൂറിനറി ബ്ലാഡർ കൺട്രാക്ട്. മൂത്രാശയം ചുരുങ്ങുന്നു. ശരിയാണ്. യൂറിനറി ബ്ലാഡർ കൺട്രാക്ട് ചെയ്യുന്നു, മൂത്രാശയം ചുരുങ്ങുന്നു. അതും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രത്യേകതയാണ്. ആൻഡ് 4 നോക്കാം. പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസസ്. ഉമിനീർ ഉൽപാദനം കുറയുന്നു. തെറ്റ്. ഉമിനീർ ഉൽപാദനം കുറയുന്നത് സിമ്പത്തറ്റിക്കിൻ്റെ ഫംഗ്ഷനാണ്. അപ്പം അതിൽ 1ഉം 4ഉം സിമ്പത്തറ്റിക്കിൻ്റെ ഫംഗ്ഷനാണ്. 2ഉം 3ഉമാണ് പാരാസിമ്പത്തറ്റിക്കിൻ്റെ ഫംഗ്ഷനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആൻസർ 2ഉം 3ഉം എന്ന് എഴുതിയിരിക്കുന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ബി അല്ല, ഡി അല്ല, സി അല്ല. സോ ക്വസ്റ്റ്യൻ 158ൽ അപ്പം നമുക്ക് ആൻസറായിട്ട് എടുക്കാവുന്നത് ഏതാണ്? ഓപ്ഷൻ എ. 158 ഓപ്ഷൻ എ. 2 and 3 എന്ന ഓപ്ഷനാണ്. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. 2 and 3 എന്ന ആൻസറാണ് അതിൽ നമ്മൾ സ്വീകരിക്കുന്നത്. The next question is question 59. നമുക്ക് ഒരു ചോദ്യം കൂടി ബാക്കിയുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 59, 59ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനിൽ നമ്മൾ 59ാമത്തെ ചോദ്യം എത്തിയിരിക്കുന്നു. ഹൂ ഡിസ്കവർ ദ ടെക്നോളജി ഓഫ് DNA ഫിംഗർ പ്രിൻറ്റിംഗ്? DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന സാങ്കേതിക വിദ്യയുടെ ഉപജ്ഞാതാവരെ. നിങ്ങൾക്കറിയാം DNA ഫിംഗർ പ്രിൻറ്റിംഗ്, DNA പ്രൊഫൈലിംഗ് എന്നൊക്കെ പറഞ്ഞ് DNA സീക്വൻസ് നോക്കി വ്യക്തികളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഫോറൻസിക്കിലും ക്രിമിനോളജിയിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഉപയോഗപ്പെടുത്തുന്ന DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന ടെക്നോളജി ഉപജ്ഞാതാവ് എല്ലാ കുട്ടികൾക്കും അറിയുന്നതാണ്. DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ ഉപജ്ഞാതാവ് ഡോക്ടർ അലക് ജെഫ്രീസ് ആണ്. അലക് ജെഫ്രി ബി ഓപ്ഷൻ ആണ്. അത് ജെയിംസ് വാട്സൺ അല്ല, ഫ്രാൻസിസ് ക്രിക്ക് അല്ല. വാട്സണും ക്രിക്കും DNA-യുടെ ഡബിൾ സ്ട്രാൻഡഡ് മോഡൽ, DNA-യുടെ സ്ട്രക്ചർ ഉണ്ടാക്കിയ ഘടന നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ്. റൊസാലിൻ ഫ്രാങ്ക്ലിൻ അല്ല. റൊസാലിൻ ഫ്രാങ്ക്ലിൻ DNA-യുടെ എക്സ്റേ മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞയാണ്. അപ്പം അതിൽ കൃത്യമായിട്ട് വരുന്നത് DNA ഫിംഗർ പ്രിന്റിംഗ് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന അലക് ജെഫ്രി. ഓപ്ഷൻ ബി. സോ ക്വസ്റ്റ്യൻ നമ്പർ 59, ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ആൻഡ് വി ടേൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളപ്പം അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 60. 60ാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 60, 60ാമത്തെ ചോദ്യമാണ്. വലിയൊരു ചോദ്യമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. 60ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. Identify the pathogen that causes disease with the following symptoms. Identify the pathogen ഐഡന്റിഫൈ ചെയ്യണം. that causes disease with the following symptoms. താഴെ കൊടുത്തിരിക്കുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ആ രോഗത്തിന് കാരണമായ പാത്തോജൻ അത്. അപ്പോൾ നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന രോഗലക്ഷണങ്ങൾക്ക് കാരണമായ രോഗാണു ഏത് എന്ന് ചോദിച്ചാൽ ആ രോഗം വരുത്തുന്ന രോഗാണു ഏത്? അപ്പോൾ നമുക്ക് രോഗലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. It affects the mucous membrane of the nose and throat. Nose and throat എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. നോക്കൂ, ഇത് മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്തരത്തെ ബാധിക്കുന്നു. It affects the mucous membrane of nose and throat. There is only one statement in your 10th standard textbook that related to this particular disorder.
that give the information of infection in your throat and mucus. നിങ്ങളുടെ മ്യൂക്കസ് കോട്ടിംഗ് ത്രോട്ടിലെയും തൊണ്ടയിലെയും അതുപോലെ തന്നെ മൂക്കിലെയും ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്നു എന്ന് പറഞ്ഞ ഒരൊറ്റ നീളൂ മനസ്സിലിപ്പോൾ തന്നെ വന്നിരിക്കണം. സെക്കൻഡ് വൺ, കോസസ് ഫീവർ, throat pain, inflammation in lymph glands of throat. അത് പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം എന്നിവ ഉണ്ടാക്കുന്നു. ഈ അസുഖം ഏതാണ് കുട്ടികളെ? ദിസ് ഡിസീസ് ഈസ് ഡിഫ്തീരിയ ആണ്. ദിസ് ഡിസോർഡർ അവിടെ അപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡിസോർഡർ, ദാറ്റ് ഡിസോർഡർ ഈസ് ഡിഫ്തീരിയ. ഡിഫ്തീരിയയെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഡിസോർഡർ ഈസ് ഡിഫ്തീരിയ ആണ്. അപ്പോൾ ഡിഫ്തീരിയയ്ക്ക് കാരണമായ രോഗാണു ഏതാണ്? ദാറ്റ് ഈസ് കോർണിബാക്ടീരിയം ഡിഫ്തീരിയ ആണ് അതിന് കാരണമായിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് അല്ല, അത് TB ക്ഷയരോഗം ഉണ്ടാക്കുന്നതാണ്, ട്യൂബർക്കുലോസിസ് ഉണ്ടാക്കുന്നതാണ്. സോ ആൻസർ കോർണിബാക്ടീരിയം ഡിഫ്തീരിയ, അതാണ് ഡിഫ്തീരിയ ഉണ്ടാക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, ഡിഫ്തീരിയ. ലെപ്റ്റോസ്പൈറ അല്ല, റാറ്റ് ഫ്ലീ എലിപ്പനിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. പ്ലാസ്മോഡിയം വൈവാക്സ് അല്ല, മലമ്പനി ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മുടെ ആൻസർ ഈ പറഞ്ഞിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഡിഫ്തീരിയയുടെ ലക്ഷണങ്ങളാണ്. ത്രോട്ടിൽ ഇൻഫ്ലമേഷൻ വരുന്നതും ത്രോട്ട് പെയിൻ വരുന്നതും ഫീവർ വരുന്നതും ഒക്കെ. സോ ഡിഫ്തീരിയയ്ക്ക് കാരണമായ കോസറ്റീവ് ഓർഗാനിസം ഓഫ് ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? കോർണിബാക്ടീരിയമാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. അപ്പം എല്ലാവരും ഈ എക്സാം നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിൽ നമ്മളിപ്പം ബയോളജി പാർട്ടിലെ 20 ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ശരിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ യൂണിവേഴ്സൽ വെൽക്കം യു ഓൾ മൈ ഡിയർ students, my dear kids. It's a very good platform for you. നിങ്ങൾ നല്ലൊരു സയൻസ് ആസ്പിരൻ്റ് ആണെങ്കിൽ, IIT JEE ഒക്കെ ആഗ്രഹിക്കുന്ന നല്ല മക്കളാണെങ്കിൽ വെൽക്കംസ് ഹിയർ. നമുക്ക് കാണാം. All the very best and thank you so much for watching me. Myself IP signing off. See you again. All the very best. Take care. Tata.